ഫയൽ മാനേജ്മെൻറ്റ് ഇൻ സി. ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്റ്റോറേജ് ഡിവൈസിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതൊരു ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു സി പ്രോഗ്രാം എഴുതുകയാണെങ്കിലും അതൊരു ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങളൊരു വീഡിയോ സേവ് ചെയ്യണു ഹാർഡ് ഡിസ്കിൽ എന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ഫയലായിട്ടാണ് അത് അവിടെ സേവ് ആവണത്. അപ്പോൾ ഒരു ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫയലായിട്ടാണ് സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ അതൊക്കെയാണ് ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഫയൽ മാനേജ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സി പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സി പ്രോഗ്രാമിലൂടെ നമ്മളൊരു ഫയലിനെ ആക്സസ് ചെയ്യണു. അതായത് ഫയലിനകത്ത് ഡേറ്റ റീഡ് ചെയ്യണു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫയലിനകത്തേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണു, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണു, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസൊക്കെയാണ് നമ്മൾ സിയിലെ ഫയൽ മാനേജ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫയൽ ഓപ്പറേഷൻസാണ് നമ്മൾ ഈ ഫയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കവർ ചെയ്യാൻ പോണത്. നെയിമിങ് എ ഫയൽ, ഓപ്പണിംഗ് എ ഫയൽ, റീഡിംഗ് ഡേറ്റ ഫ്രം ഫയൽ, റൈറ്റിംഗ് ഡേറ്റ ടു എ ഫയൽ ആൻഡ് ക്ലോസിംഗ് എ ഫയൽ. ഇത്രയും ഓപ്പറേഷൻസ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്. stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്ത് ഇത്രയും ലൈബ്രറി ഫങ്ഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുക ഫയൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓപ്പൺ ഫംഗ്ഷൻ. എഫ് ഓപ്പൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഫയൽ ഓപ്പൺ. എഫ് ഓപ്പൺ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഫയൽ ഓപ്പൺ ചെയ്യാനും, രണ്ടിനും നമ്മൾ എഫ് ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ദാറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ ഫയൽ ഓർ ഓപ്പൺസ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ. ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫയലിൻ്റെ മുകളിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളത് ഓപ്പൺ ചെയ്യണം, എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഫയലിനകത്തുനിന്ന് ഡേറ്റ റീഡ് ചെയ്യണം അല്ലെങ്കിൽ ഫയലിനകത്തേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ആ ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ എഫ് ക്ലോസ്, ദാറ്റ് ഈസ് യൂസ് ടു ക്ലോസ് ആൻ ഓപ്പൺഡ് ഫയൽ. അതായത് ഒരു ഫയലിനകത്ത് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ യൂസ് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ഓപ്പൺ ചെയ്ത ഒരു ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അതിനെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് ക്ലോസ്. ദെൻ ഗെറ്റ് സി ഫംഗ്ഷൻ. ഗെറ്റ് സി ഫംഗ്ഷൻ ഇസ് യൂസ് ടു ഗെറ്റ് എ ക്യാരക്ടർ ഫ്രം എ ഫയൽ. അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു ഫയലിനകത്തുനിന്ന് റീഡ് ചെയ്യാനായിട്ടാണ് ഗെറ്റ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാം. അതായത് ഗെറ്റ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻപുട്ട് ഫംഗ്ഷനാണ്. ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഫംഗ്ഷനാണ്. ഇൻപുട്ട് നമ്മൾ ഗെറ്റ് ചെയ്യണത് ഒരു ഫയലിനകത്തു നിന്നായിരിക്കും. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ പ്രോഗ്രാംസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാത്തിനും നമ്മൾ ഇൻപുട്ട് എങ്ങനെയാണ് കൊടുത്തത്? ഏത് പ്രോഗ്രാം ആണെങ്കിൽ നമുക്കൊരു ഇൻപുട്ട് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും. ഇൻപുട്ട് നമ്മൾ കൊടുക്കുക, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് കീബോർഡ് വഴി ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കും. ഔട്ട്പുട്ട് നമുക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു അറേ ഓഫ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. n സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട്. അതിൽ നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, നെയിം, ഒരു 5 or 6 സബ്ജക്ട്സിൻ്റെ മാർക്കൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കും. നമുക്കൊരു 10 സ്റ്റുഡൻസിൻ്റെ മാർക്കൊക്കെ എൻ്റർ ചെയ്യാനുണ്ടെന്ന് വരിക. ഇത്രയും ഡീറ്റെയിൽസ് 10 സ്റ്റുഡൻസിൻ്റെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഫോർമാറ്റ് ചെയ്തത് പ്രോപ്പറല്ല, അതൊന്ന് മാറ്റണം തോന്നിയാൽ നമ്മൾ പ്രോഗ്രാമിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തും. അതിനുശേഷം വീണ്ടും റൺ ചെയ്തിട്ട് ഈ 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും എൻ്റർ ചെയ്യണം. അങ്ങനെ ഓരോ തവണ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ടെസ്റ്റ് ഡേറ്റ എൻ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിന് പകരം ഇപ്പോൾ നമ്മൾ ഒരുപാട് വലിയൊരു ഡേറ്റ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ ഇത്രയും വലിയ ഡേറ്റ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഡേറ്റ എല്ലാം കൂടെ ഒരു ഫയലിൽ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയലിനകത്തുനിന്ന് ഓരോ തവണയും ടെസ്റ്റ് ചെയ്യാനുള്ള ഡേറ്റ എങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് നമുക്കൊരു ഒരു പ്രോഗ്രാമിൻ്റെ ഇൻപുട്ട് നമുക്കൊരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാം. അതുപോലെ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സാധാരണ മോണിറ്ററിലാണ് കാണാറ്. അടുത്ത പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഈ ഔട്ട്പുട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരു ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഫയലിനകത്തേക്ക് റൈറ്റ് ചെയ്ത് വെക്കാം. ആ ഔട്ട്പുട്ട് നമുക്ക് കീപ്പ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഫയൽ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫയലിനെ ഒരു ഇൻപുട്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാം, ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗെറ്റ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫയലിനകത്തുനിന്ന് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ദെൻ പുട്ട് സി എന്ന് പറഞ്ഞാൽ ഒരു ഫയലിനകത്തേക്ക് ഒരു ക്യാരക്ടർ റൈറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ഏതൊരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് നമുക്കൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ട് സി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ദെൻ ഗെറ്റ് ഡബ്ല്യു, ദാറ്റ് ഈസ് യൂസ് ടു റീഡ് ആൻ ഇൻറ്റീജർ വാല്യൂ ഫ്രം എ ഫയൽ. അതായത് ഫയലിനകത്തുനിന്ന്
ഒരു ഇൻറ്റിജർ വാല്യൂ പ്രോഗ്രാമിൻ്റെ ഇൻപുട്ടായിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗെറ്റ് ഡബ്ല്യു യൂസ് ചെയ്യും. ദെൻ പുട്ട് ഡബ്ല്യു ഇസ് യൂസ് ടു റൈറ്റ് ആൻ ഇൻറ്റിജർ വാല്യൂ ടു എ ഫയൽ. ദെൻ എഫ് സ്കാൻഎഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരുപാട് യൂസ് ചെയ്തു. അതിൻ്റെ ഫയൽ കൗണ്ടർ പാർട്ടാണ് എഫ് സ്കാൻഎഫ് എന്ന് പറയുന്നത്. സ്കാൻഎഫ് നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുക അതേപോലെ തന്നെയാണ് എഫ് സ്കാൻഎഫ് യൂസ് ചെയ്യുക. സ്കാൻഎഫ് നമ്മൾ ഇൻപുട്ട് കീബോർഡ് വഴിയാണ് കൊടുത്തത്. എഫ് സ്കാൻഎഫിന് ഇൻപുട്ട് ഒരു ഫയലിൽ നിന്നാണ് എടുക്കുക എന്ന് മാത്രം. അപ്പോൾ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഡേറ്റ ഒരേ സമയത്ത് നമുക്ക് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് സ്കാൻഎഫ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ എഫ് പ്രിൻറ്എഫ് ഇസ് യൂസ് ടു പ്രിൻറ്റ് സെറ്റ് ഓഫ് ഡേറ്റ വാല്യൂസ് ടു എ ഫയൽ. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഒക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുണ്ട്. ഒരു സെറ്റ് ഓഫ് ഡേറ്റ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യാനുണ്ട് ഒരു ഫയലിലേക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് പ്രിൻറ്എഫ് ആണ് യൂസ് ചെയ്യുക. ദെൻ എഫ് സീക്ക് ഇസ് യൂസ് ടു സെറ്റ് പൊസിഷൻ ടു എ ഡിസൈഡ് പോയിൻറ്റ്. ഇപ്പോൾ ഒരു ഫയലിനകത്ത് നിന്ന് ഡേറ്റ റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കേഴ്സർ യൂസ് ചെയ്യും. എന്നുവെച്ചാൽ ഒരു നമ്മൾ സാധാരണ ഇപ്പോൾ മോണിറ്ററിലാണെങ്കിൽ ഒരു കേഴ്സർ ഉണ്ടാവില്ലേ, എവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ വരിക എന്നുള്ളത് ആ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കേഴ്സർ ഉണ്ടാവും. അതുപോലെ ഒരു കേഴ്സർ ഫയലിലുണ്ട്. ആ കേഴ്സറിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാൻ ഡിസൈഡ് പൊസിഷനിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ് സീക്ക് യൂസ് ചെയ്യുന്നത്. എഫ് ടെൽ ദാറ്റ് ഗീവ്സ് ദി കറൻറ്റ് പൊസിഷൻ ഇൻ ദി ഫയൽ. അതായത് ഫയലിൽ എവിടെയാണോ ഇപ്പോൾ പൊസിഷൻ ഇരിക്കുന്നത് അത് ആ പൊസിഷൻ റിട്ടേൺ ചെയ്യാനായിട്ടാണ് എഫ് ടെൽ യൂസ് ചെയ്യുക. അതായത് കറൻ്റ്ലി കേഴ്സർ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ദെൻ റിവൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിലിരിക്കുകയാണെങ്കിൽ അത് തുടക്കത്തിലേക്ക് തന്നെ വരാൻ. അപ്പോൾ റിവൈൻഡ് ദാറ്റ് സെറ്റ്സ് ദി പൊസിഷൻ ടു ദി ബിഗിനിങ് ഓഫ് ദി ഫയൽ. നമ്മളിപ്പോൾ ഫയലിൻ്റെ എൻഡിലൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിഗിനിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് റിവൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസാണ് നമ്മൾ ഫയൽ മാനേജ്മെൻറ്റിൽ കവർ ചെയ്യുക. അപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഇനി നമ്മളൊരു ഫയൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു ആദ്യം അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കണം. അത് ഈ ഫയൽ നെയിം, ദെൻ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പേർപ്പസ്. എന്ത് കാര്യത്തിനാണ് ഓപ്പൺ ചെയ്യണത്, ഇത്രയും 3 കാര്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഫയൽ നെയിം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഫയൽ നെയിം ദാറ്റ് ഈസ് എ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ്. ഫയൽ നെയിം എപ്പോഴും ഒരു സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ളൊരു സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ല നമ്മൾ കൊടുക്കുക. നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വാലിഡ് ആയിട്ടുള്ളൊരു ഫയൽ നെയിം. അപ്പോൾ നമ്മൾ വിൻഡോസിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോസിൽ എങ്ങനെയാണോ നമ്മൾ ഫയൽ നെയിം സാധാരണ കൊടുക്കുക ആ രീതിയിലുള്ള ഒരു ഫയൽ നെയിം ആയിരിക്കും ഡബിൾ കോഡ്സിനകത്തിട്ടിട്ട് ഒരു സ്ട്രിങ് ആയിട്ടാണ് കൊടുക്കുക. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഫയൽ നെയിം കൊടുക്കുമ്പോൾ ഇപ്പോൾ data.txt ഇങ്ങനെ ഒരു ഫോർമാറ്റിലൊക്കെയാണ് ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് ഇതിനെയാണ് നമ്മൾ ഫയലിൻ്റെ പ്രൈമറി നെയിം എന്ന് പറയാം. പ്രൈമറി നെയിം എന്തായാലും ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഡോട്ടിന് ശേഷം നമ്മൾ എഴുതണം. ഇതിനെയാണ് ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയാം. ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയാൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ നെയിം എന്ന് പറയും. സാധാരണ നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത് അത് എന്ത് ടൈപ്പ് ഫയലാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്റ്റൻഷൻ നിർബന്ധമൊന്നുമില്ല. കൊടുക്കുകയാണെങ്കിൽ പ്രൈമറി നെയിമിനും എക്സ്റ്റൻഷനും ഇടയ്ക്ക് ഒരു ഡോട്ട് ഉണ്ടാവും. ഇത് എക്സ്റ്റൻഷനൊക്കെ എന്തെങ്കിലും ഫോർമാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമാറ്റൊക്കെ ആയിരിക്കും. അതിൽ വാലിഡ് ആയിട്ടുള്ള ഫയൽ നെയിമും എക്സ്റ്റൻഷനൊക്കെ വേണം നമ്മൾ കൊടുക്കാൻ. ദെൻ ഡേറ്റ സ്ട്രക്ചർ, അതാണ് അടുത്ത നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫയലിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഫയൽ എന്ന് പറഞ്ഞാണ് ആ സ്ട്രക്ചറിൻ്റെ പേര്. അത് ക്യാപിറ്റൽ ലെറ്ററിൽ ഫയൽ. ഈ ഫയൽ എന്ന് പറഞ്ഞതാണ് ഫയലിന് വേണ്ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചർ. stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലാണ് ആ സ്ട്രക്ചർ ഉള്ളത്. നമ്മൾ സാധാരണ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ വേരിയബിളിന് ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യില്ലേ, അതേപോലെ നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോയിൻ്ററാണ് യൂസ് ചെയ്യുക. ഒരു ഫയൽ പോയിൻ്ററാണ് യൂസ് ചെയ്യുക. ആ ഫയൽ പോയിൻ്ററിൻ്റെ ഡേറ്റ ടൈപ്പായിട്ട് നമ്മൾ ഈ ഫയൽ എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് ഡിക്ലെയർ ചെയ്യാറ്. ഈ ഫയൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ടൈപ്പിലാണ് ആ പോയിൻ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫയൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. കാരണം അത് അങ്ങനെ തന്നെയാണ് ആ സ്ട്രക്ചറിൻ്റെ പേര് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ സ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ നെയിം സ്ട്രക്ചർ നെയിം എന്ന് പറഞ്ഞിട്ടാണ് വേരിയബിൾ നെയിം കൊടുക്കുക. ഇവിടെ നമ്മൾ സ്ട്രക്റ്റ് എന്നൊന്നും യൂസ് ചെയ്യണില്ല. കാരണം ടൈപ്പ് ഡെഫ് ഒക്കെ വെച്ചിട്ട് അതിനെ റീനെയിം ചെയ്തിട്ടുള്ളതാണിത് ഫയൽ എന്ന് പറയുന്നത്. ദെൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫയൽ എന്ത് പേർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് പേർപ്പസ് നമ്മൾ 3 രീതിയിലാണ് പറയാറ്. ഒന്നുകിൽ അത് റീഡ്, അല്ലെങ്കിൽ റൈറ്റ്, അല്ലെങ്കിൽ അപ്പൻഡ്. ഫയലിനകത്ത് ഡേറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം ഓപ്പൺ ചെയ്യുന്നത്, ഫയലിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം, ഇല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഡേറ്റയുടെ എൻഡിൽ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പേർപ്പസ് പറഞ്ഞു കൊടുക്കുക. ഇനി
ഏതൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്യണ പോലെ നമ്മളൊരു ഫയൽ യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പറഞ്ഞൊരു പോയിൻ്റർ വെച്ചിട്ടാണ് നമ്മൾ ഫയലിനെ ആക്സസ് ചെയ്യുക. അതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക: ഫയൽ സ്പേസ് സ്റ്റാർ FP. FP എന്ന് പറയുന്നത് ഞാനിവിടെ യൂസ് ചെയ്ത ഒരു ഐഡൻറ്റിഫയർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഉപയോഗിക്കാം. ഫയൽ സ്റ്റാർ A എന്നൊക്കെ യൂസ് ചെയ്യാം. അതൊരു വേരിയബിൾ നെയിം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മീനിങ് FP ഈസ് എ പോയിൻ്റർ ടു ഫയൽ. ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫയലിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ഒരു പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യണം. ഇനി ആ പോയിൻ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫയൽ ആക്സസ് ചെയ്യുക. ഫയൽ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡേറ്റ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ നെയിമും പേർപ്പസും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ നെയിമും പേർപ്പസൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊരു ഫയലിനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫയലിനെ ഓപ്പൺ ചെയ്യുക എങ്ങനെയാണ്? ഈ ഫയൽ സ്റ്റാർ FP എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വേരിയബിൾ ഡിക്ലറേഷൻസ് ഒക്കെ എഴുതുന്നത് ഡിക്ലറേഷൻ പാർട്ടിലാണ് കേട്ടോ എഴുതുക. ഇനി അത് കഴിഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഫയലിനെ ഓപ്പൺ ചെയ്യുക. ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി fopen എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യും. fopen എഴുതിയിട്ട് ഫംഗ്ഷൻ്റെ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് പാരാന്തസിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫയൽ നെയിമാണ്. ഫയൽ നെയിം എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ കോഡ്സ്, ദെൻ കോമ ഡബിൾ കോഡ്സിനകത്ത് മോഡ്. ഇങ്ങനെയാണ് നമ്മൾ fopen കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ഫയൽ നെയിമാണ് സ്പെസിഫൈ ചെയ്തത് ആ ഫയലിന് ഏത് മോഡാണോ പറഞ്ഞു കൊടുത്തത് ആ മോഡിൽ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫയൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ പോയിൻ്ററിനെ ക്രിയേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഫയൽ പോയിൻ്ററിൻ്റെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും? ഫയൽ എന്നായിരിക്കും. അതിന് വേണ്ടിയിട്ടൊരു മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്ത് അതിലേക്കുള്ള ഒരു പോയിൻ്ററിനെയാണ് fopen റിട്ടേൺ ചെയ്യുക. ആ പോയിൻ്ററിനെ നമ്മൾ FP എന്ന് പറഞ്ഞ ഫയൽ പോയിൻ്ററിലേക്ക് കൊടുക്കണം. കാരണം FP ആണ് ടൈപ്പ് ഫയൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ആദ്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ fopen എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത ഫയൽ നെയിമിനെ ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്കുള്ള ഒരു പോയിൻ്ററിനെ റിട്ടേൺ ചെയ്യും. ആ പോയിൻ്ററിനെ നമ്മൾ FPയിലേക്ക് അസൈൻ ചെയ്തു. ഇനി FP എന്ന് പറഞ്ഞ പോയിൻ്റർ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് നിന്ന് ഡേറ്റ റീഡ് ചെയ്യണമെങ്കിലും ഡേറ്റ റൈറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ചെയ്യാം. ഇനി ഇതിൽ പറയാത്തൊരു കാര്യം മോഡാണ്. 3 മോഡാണുള്ളത്. റീഡ് മോഡാണെങ്കിൽ നമ്മൾ ഡബിൾ കോഡ്സിൽ R എന്നാണ് കൊടുക്കുക. റൈറ്റ് മോഡാണെങ്കിൽ ഡബിൾ കോഡ്സിൽ W കൊടുക്കും. ദെൻ അപ്പൻഡ് മോഡ് A. ഇങ്ങനെ 3 മോഡുകളാണുള്ളത്. ഇനി 3 മോഡും എന്താണെന്ന് പറയാം. റീഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദി ഫയൽ വി ആർ ഓപ്പണിംഗ് ഫോർ റീഡിങ് പേർപ്പസ് ഓൺലി. അതായത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത് റീഡ് ചെയ്യാൻ മാത്രമാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ R എന്ന് പറഞ്ഞ മോഡിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഫയലിനകത്ത് ഡേറ്റ റീഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫയൽ ആദ്യം അവിടെ ഉണ്ടാവണം, എന്നാലേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ R എന്ന് പറഞ്ഞ മോഡിലാണെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഫയലിനെ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുകയാണ് FP = fopen ഡേറ്റ R. ഇങ്ങനെയായിരിക്കും എൻ്റെ ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ fopen എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ കോള്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ എക്സിസ്റ്റിംഗ് ആണോ നോക്കും. ആണെങ്കിൽ അതിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യും. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫയലിനകത്ത് ഡേറ്റ റീഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് കേഴ്സർ അതിൻ്റെ ബിഗിനിങ്ങിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ റീഡ് ചെയ്യുള്ളൂ. ഇനി അങ്ങനെ ഒരു ഫയൽ എക്സിസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു എററും ജനറേറ്റ് ചെയ്യും. ഇനി റൈറ്റ് മോഡ് W ആണെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഫയലിനെയും ഓപ്പൺ ചെയ്യാം. ഇനി എക്സിസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ന്യൂ ഫയൽ. അപ്പോൾ ആദ്യം ഇപ്പോൾ ഞാൻ fopen ഡേറ്റ W എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഡേറ്റ എന്നൊരു ഫയൽ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഫയലിനെ അത് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യും. ഇല്ലെങ്കിൽ പുതിയൊരു ഫയൽ ഡേറ്റ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ റൈറ്റ് മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുതിയൊരു ഡേറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഫയലിനെയാണ് നമ്മൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡേറ്റ എല്ലാം ക്ലിയർ ചെയ്തിട്ട് കേഴ്സർ ബിഗിനിങ്ങിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. ന്യൂ ഫയലാണെങ്കിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും, കേഴ്സർ ബിഗിനിങ്ങിൽ വന്ന് നിൽക്കും. ഇനി അപ്പൻഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് A ആണ്. അപ്പൻഡ് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫയലിനകത്ത് ഡേറ്റ ഉണ്ട്, പുതിയ ഡേറ്റ നമുക്ക് റൈറ്റ് ചെയ്യണം, ഇപ്പോൾ ഉള്ള ഡേറ്റ അവിടെ വെച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പൻഡ് ആണ് എടുക്കുക. അത് നോർമലി അപ്പൻഡ് മോഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേഴ്സർ ഫയലിൻ്റെ എൻഡിലാണ് പോയി നിൽക്കുക. എന്നുവെച്ചാൽ അവിടെയാണ് പുതിയ ഡേറ്റ നമുക്ക് അപ്പൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എക്സിസ്റ്റിംഗ് ഫയലാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യണു, ഡേറ്റയൊക്കെ റീറ്റെയിൻ ചെയ്യും, കേഴ്സർ എൻഡിൽ പോയി നിൽക്കും. ഇനി അങ്ങനെ ഒരു ഫയൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പുതിയ ഫയലിനെ ക്രിയേറ്റ് ചെയ്യും, കേഴ്സർ ബിഗിനിങ്ങിൽ പോയി നിൽക്കും.
അതാണ് അപ്പൻഡ് എന്ന് പറഞ്ഞ മോഡ്. ഇങ്ങനെ 3 മോഡുകളാണ് സാധാരണ ഉള്ളത്. ഇനി ചില കമ്പൈലേഴ്സ് കുറച്ച് അഡീഷണൽ മോഡും കൂടെ അലൗ ചെയ്യുന്നുണ്ട്. R+W+A+ എന്ന് പറഞ്ഞിട്ട് 3 മോഡുകൾ. R+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡ് മോഡാണ്, പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് റൈറ്റും കൂടെ ചെയ്യാം. W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് മോഡാണ്, കൂടെ നമുക്ക് റീഡും കൂടെ ചെയ്യാം. അപ്പൻഡ് മോഡാണ്, കൂടെ നമുക്ക് റീഡും റൈറ്റും ചെയ്യാം. അപ്പോൾ റീഡ് മോഡിൻ്റെ കൂടെ റൈറ്റും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്നത് റീഡ് മോഡിലാണ്. റീഡ് മോഡ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഫയലേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ യൂസ് ചെയ്യാം. W+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് മോഡാണ്, അത് എക്സിസ്റ്റിംഗ് ഫയലോ ന്യൂ ഫയലോ ആവാം, വേണമെങ്കിൽ അത് ഡേറ്റ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൻഡ് മോഡ് സാധാരണ അപ്പൻഡ് ചെയ്യാനാണ്, നമുക്ക് റീഡ് ചെയ്യാനായിട്ടും അതിനെ യൂസ് ചെയ്യാം. ബിഗിനിങ് മുതൽ റൈറ്റ് ചെയ്യാനായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി എന്ത് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്താലും ആ കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയലിനെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് fclose. fcloseൻ്റെ സിൻടാക്സ് ഇതാണ്: fclose then within parenthesis ഫയൽ പോയിൻ്റർ. ഇത് ഏത് പോയിൻ്ററാണോ നമ്മൾ ഫയൽ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് ആ പോയിൻ്റർ വെച്ചിട്ടാണ് അതിനെ ക്ലോസ് ചെയ്യുക. fclose fp എന്നാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ പറയാം. കാരണം നമ്മൾ fp = fopen എന്ന് പറഞ്ഞിട്ടാണ് ഫയലിനെ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫയലിൻ്റെ യൂസ് കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ fopen പറയുന്ന സമയത്ത് ആ ഫയലിലേക്കുള്ള ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ ലിങ്കിനെ ബ്രേക്ക് ചെയ്യുക, അതാണ് fclose എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സിസ്റ്റത്തിൽ നമുക്ക് ഒരേ സമയത്ത് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന ഫയൽസിൻ്റെ നമ്പറിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്രയും കുറച്ച് ഫയൽസേ പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫയൽ അവിടെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മോഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമ്മൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു, ഡേറ്റ ഒക്കെ റൈറ്റ് ചെയ്തു, ഇനി നമുക്ക് റൈറ്റ് ചെയ്ത ഡേറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മോഡിൽ വെച്ചുകൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഫയലിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ റീ ഓപ്പൺ ചെയ്യണം അടുത്ത മോഡിൽ. അപ്പോൾ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ fcloseനെ കോൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ഓപ്പറേഷനാണോ ഫയലിൻ്റെ മുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ യൂസ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ fcloseനെ വിളിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൽ പറയാനുള്ളത്. ഇനി നമ്മൾക്ക് അതിനകത്തേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യും റീഡ് ചെയ്യുകയൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം.